രാഹുലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ സമാനമായ മറ്റു പല വിഷയങ്ങളിലും CPM-ന്റെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് എടുക്കുന്ന ചില നടപടികൾ അവർക്ക് മാനക്കേട് ഉണ്ടാക്കുന്നതാണെന്ന് മറക്കരുത്. ഇപ്പൊ തന്നെ ഈ സ്വർണ്ണ കവർച്ച ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നടന്നുകൊണ്ടിരുന്ന ഒരു അന്വേഷണമാണ്. പക്ഷെ 6 ആഴ്ചത്തേക്ക് സമയം നീട്ടിക്കൊടുത്തു. അപ്പോഴത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ രീതി അങ്ങ് മാറി, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദങ്ങൾ മുറുകി. എത്ര കാലമായി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട്? അതിനുശേഷം എന്തെങ്കിലും ഒരു പുരോഗതി അന്വേഷണത്തിൽ വന്നിട്ടുണ്ടോ? പത്മകുമാർ തന്നെ CPM-ലെ മറ്റു ചില പ്രമുഖരെ കുറിച്ച് മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വാർത്തകൾ. എന്നിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? പ്രതിപ്പട്ടികയിലുള്ള ആളുകൾ തന്നെ അവിടെ നിൽക്കുക, അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ല. കാരണം ഈ അന്വേഷണം തന്നെ മുന്നോട്ട് പോകണ്ട, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, വോട്ടിംഗ് കഴിയുന്നത് വരെ. അതായിരുന്നു CPM-ന്റെ തീരുമാനം. അതനുസരിച്ചാണോ ഈ അന്വേഷണ സംഘം പ്രവർത്തിച്ചത് എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതിൻ്റെയൊക്കെ സർട്ടിഫൈഡ് കോപ്പികൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കൊല്ലം വിജിലൻസ് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു. അതിനെ നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘം എതിർത്തിരിക്കുക. എന്തിനാണ് എതിർക്കുന്നത്?